കരയല്ലേ? എന്റെ മരുമകൾ എന്നെ അടിച്ചു കൊല്ലാറാക്കിയേ. ഇത് കാണാൻ ആരുമില്ലേ ഇവിടെ? സമാധാനപ്പെട്. അയ്യോ, ഹോസ്പിറ്റലിൽ പോകാൻ ടാക്സി വല്ലതും വിളിക്കണോ? നീ ഇതുവരെ പോയില്ലേ? നീ എന്തിനാ ഇവിടെ കാത്തു കെട്ടി കിടക്കുന്നേ? കാണേണ്ടതൊക്കെ ഞാൻ കണ്ടാൻറ്റി. അനുപമയ്ക്ക് ഇത്രയും കരുത്തും കഴിവുണ്ടെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ രണ്ടാമത്തെ അടിക്ക് ആന്റി ചുമ്മാ കൊണ്ടുപോയി മോൻ വെച്ച് കൊടുത്തതാ. ആ അടി കൂടി ഈ ഹർഷക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇവളുടെ പാടോക്കി പോയേനെ. താൻ എന്ത് മുതലേ വിനയാ അനുപമയുടെ ഏജന്റ് ആയത്? അവളെന്നെ അടിച്ച അടി ഈ നിമിഷം ഹർഷയ്ക്ക് തിരിച്ചു കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ലേ? പക്ഷെ അവൾക്ക് കിട്ടേണ്ടത് പാവ ആന്റിയെ കൈവച്ചതിനുള്ള ശിക്ഷയാ. അതിന് സുശീല ആന്റിയെ അനുപമ തല്ലിയില്ലല്ലോ ഹർഷ. നിന്നെ രക്ഷിക്കാൻ ആന്റി ചുമ്മാ മുഖം വെച്ച് കൊടുത്തല്ലേ അത്? ഞാൻ അതിന് സാക്ഷിയാണ്. നിന്റെ വാക്ക് ആര് വിശ്വസിക്കൂടാ? ചീരുവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവളുടെ ചേച്ചിക്ക് തപ്പ് കൊട്ടാൻ വന്നവനല്ലേ നീ? ഇന്ദ്രൻ ഇങ്ങ് വരട്ടടാ. നിന്റെ ഈ കടന്നു കയറ്റം ഇതോടെ ഞാൻ അവസാനിപ്പിക്കും. വാർഷ, നമുക്ക് പോവാം. അവക്ക് കൂട്ടിന് ഇവനുണ്ടല്ലോ. നാട്ടുകാർ മുഴുവൻ കാണട്ടെ. വാർഷേ. ആന്റി, ആന്റി ഇപ്പൊ ഇവിടുന്ന് പോവരുത്. ആന്റിക്ക് ഇന്ദ്രനല്ലാതെ വേറെ മക്കളുണ്ടല്ലോ. അവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം. മൂത്ത മരുമകൾ ആന്റിയെ തല്ലിയ കാര്യം അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ആന്റി സ്വന്തം മക്കളോട് പറയണം. അതെ, ഈ മുഖത്തെ പാടവര് കാണണം. കാണണോ ആന്റി? എനിക്ക് എന്തായാലും ഇനി ഇവിടെ റോളില്ല. അതുകൊണ്ടേ ഞാൻ പോവാ ആന്റി. അത് രാവിലെ വന്നിട്ട് ഇവിടെ ഇപ്പോഴാണോ പോകുന്നത്? ഏട്ടാ, ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അമ്മ കരയുന്നുണ്ടല്ലേ? വേഗം വാ. എന്താ അമ്മേ? എന്തു പറ്റി? അമ്മ എന്തിനാ കരയുന്നേ? അവളെന്നെ തല്ലി മോളെ. എന്റെ മരുമകൾ എന്നെ തല്ലി. നോക്ക്, അവള് തല്ലിയതിന്റെ പാടായി കിടക്കുന്നെ. ഈശ്വര, ഏട്ടത്തെയാണ് ഇത് ചെയ്തത്. സത്യം ഒന്ന് നോക്കി. എന്താ പിന്നെ ഇവിടെ ഉണ്ടായത്? സത്യ, നീ അമ്മയൊന്ന് നോക്കടാ. നിന്റെയൊക്കെ ഭാര്യമാരുടെ തല്ലുകൊള്ളാനായി പോയി അമ്മയുടെ വിധി. ഏട്ടത്തി എവിടെ അമ്മേ? ഞാനിവിടെ ഉണ്ട് സത്യ. എടി മൂദേവി, നീ എന്താടി വിചാരിച്ചേ? എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ ആണോ? എടാ സത്യ, നീ ഇവളോട് ചോദിക്കടാ. ചോദിക്കുന്നില്ല അമ്മ എന്തിനാ തല്ലിയെന്ന് ഇവള്. എന്താ ഏട്ടത്തി ഇതൊക്കെ? അമ്മ പറയുന്നത് സത്യമാണോ? ഏട്ടത്തി അമ്മയെ തല്ലിയോ? ഇല്ല സത്യ, ഞാൻ തല്ലിയത് അമ്മയല്ല, അവളെയോ, ആ ഹർഷേ. അതിനിടെ കയറി വന്ന അമ്മയുടെ മുഖത്ത് രണ്ടാമത്തെ അടി കൊണ്ടുവന്നുള്ള സത്യം. ഓ, അത് ശരി. അപ്പൊ അമ്മയുടെ മുഖത്ത് ഏട്ടത്തിന്റെ കൈ വീണെന്നുള്ളത് ശരിയല്ലേ? എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ഏട്ടത്തി. എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ അമ്മയല്ലേ? കണ്ണു കാണാത്ത ആളൊന്നും അല്ലല്ലോ ഏട്ടത്തി. അവളുടെ വായിന്ന് വീണ നെറികേട് കേട്ടപ്പോ കണ്ണു കാണാത്ത അവസ്ഥയിലായിരുന്നു ഞാനും. ആ നെറികേട് പറഞ്ഞവളെ സംരക്ഷിക്കാൻ അമ്മ എന്റെ അടി സ്വയം ഏറ്റുവാങ്ങിയതാണെന്ന് വേണം പറയാൻ. എങ്ങനെയാണ് മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയുന്നേ? കള്ളി അടിച്ചിറക്ക സത്യ ഇവളെ. എന്നെ ഇവള് മനഃപൂർവ്വം തല്ലിയതാ. അങ്ങനൊന്നും അല്ല സത്യ. അനുഭവം അടിച്ചത് ഹർഷയാ. അതിന് ഞാൻ സാക്ഷിയാ. അതേടാ, ഇവനെ കള്ളസാക്ഷി പറയിപ്പിക്കാൻ ഇവള് കൊണ്ടുവന്നതല്ലേ? അപ്പൊ ഇവൾക്ക് വേണ്ടിയല്ലേ ഇവൻ സാക്ഷി പറയൂ? ഇവൾ എന്നെ തല്ലിയിട്ടില്ലെന്ന് തെളിയിക്കാൻ നിന്റെ തെളിവുണ്ടോ? ഉണ്ടോ? അതിന് തെളിവൊക്കെ വേണ്ട വിനിയ. ഇവിടെ തെളിവിന്റെ സാക്ഷിയുടെ ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഞങ്ങൾ തീർത്തോളാം ഇത്. വിനയം പൊയ്ക്കോ. ഹലോ, പൊയ്ക്കോ. പൊയ്ക്കോ വിനയ. എന്റെ മോനെ എടുത്ത് അപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാന്ന് കരുതിയാ വിനയനോട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ. ഇനി എന്തായാലും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. വിനയം പോയിക്കോ. ചെല്ല് ചെല്ല് വിനയ. സാക്ഷി പറയാൻ വന്നിരിക്കുന്നു. മോനെ പിടിക്കേട്ടത്തി. ഇനി ഒരു നിമിഷം അമ്മയും കൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ അമ്മയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാ. വാ അമ്മ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. അവളെ എന്റെ മുഖത്ത് അടിച്ചിട്ട് ഇനി ഇവിടെ സുഖമായിട്ട് ജീവിക്കണമെന്നാണോ? അല്ലാതെ പിന്നെ അമ്മയ്ക്ക് തിരിച്ചടിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അപ്പ അടിക്കണമായിരുന്നു. ഇനിയല്ല എന്തേട്ട് വന്ന് തീരുമാനിക്കട്ടെ. അമ്മേന്റെ കൂടെ വാ. വാ ഇങ്ങോട്ട്. വിടടി.
ഇതോടെ നിന്റെ അഹങ്കാരം തീർന്നടി. എന്റെ മുഖത്ത് കൈവീശി അടിച്ചിട്ട് എന്റെ മകന്റെ കൂടെ ഇനി നീ അങ്ങനെ വാഴില്ലടി. ഇനി അങ്ങനെ ഒരു യോഗം നിനക്കുണ്ടെങ്കിൽ അത് ഈ സുശീലയുടെ മരണശേഷം മാത്രമായിരിക്കും. നോക്കിക്കോ. വിടടി, ഇങ്ങോട്ട് അവളോടൊന്നും പറയാതെ ചോദിക്കണേ. അവളോട് ചോദിക്കാതെ കൊണ്ടുപോവാ എന്നെ. സത്യം, നിനക്ക് വേറൊന്നും എന്നോട് ചോദിക്കാനില്ലേ? ഞാൻ ഇനി എന്ത് ചോദിക്കാനാ? അടിതെറ്റിയാൽ ആനയും വീഴുന്നു കേട്ടിട്ടില്ലേ? എടുത്തിപ്പോ അടിതെറ്റി നിൽക്കുക. ഇതിപ്പോ ഞാൻ മാത്രം വിചാരിച്ചത് കൊണ്ട് രക്ഷിക്കാൻ പറ്റും തോന്നുന്നില്ല.